നിങ്ങൾക്കൊക്കെ അറിയില്ല ഇതെവിടെയാണെന്ന്. കണ്ടു നോക്കൂ. ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കാണുമോ? ഇഷ്ടപ്പെട്ടാൽ കൂടെ കൂട്ടണേ. തിരുവനന്തപുരം നഗരഹൃദയത്തിൽ നിന്ന് ഏകദേശം 17 കിലോമീറ്റർ ദൂരെയായി സ്ഥിതി ചെയ്യപ്പെടുന്ന പുരാതനമായ ഒരു ഗുഹാക്ഷേത്രമാണിത്. വർഷങ്ങളോളം ഈ ക്ഷേത്രം ശ്രദ്ധിക്കപ്പെടാതെ കിടക്കുകയായിരുന്നു. 8-ാം നൂറ്റാണ്ടിൽ രാജാക്കന്മാരുടെ തലസ്ഥാനമായിരുന്നു വിഴിഞ്ഞം. 1965-ൽ കേന്ദ്ര സർക്കാർ ദേശീയ പ്രാധാന്യമുള്ള സ്മാരകമായി പ്രഖ്യാപിച്ച ഈ ഗുഹാക്ഷേത്രം ഇപ്പോൾ കേന്ദ്ര പുരാവസ്തു വകുപ്പിൻ്റെ സംരക്ഷണയിലാണ്. പാറ തുറന്ന് നിർമ്മിച്ച ഒരു അറ മാത്രമുള്ള ക്ഷേത്രമാണ് വിഴിഞ്ഞം ഗുഹാക്ഷേത്രം. ദക്ഷിണേന്ത്യയിലെ തന്നെ ഏറ്റവും ചെറിയ ഗുഹാക്ഷേത്രമാണിത്. ഇതിനുള്ളിൽ വീണധാര ദക്ഷിണാമൂർത്തിയുടെ പ്രതിമ സ്ഥാപിക്കപ്പെട്ടിട്ടുണ്ട്. പുറത്തെ ഭിത്തിയിൽ ഒരു വശത്ത് ശിവൻ്റെയും പാർവതിയുടെയും ശില്പങ്ങളുണ്ട്. മറുവശത്ത് ശിവൻ്റെ കിരാതരൂപമാണ് കൊത്തിയിരിക്കുന്നത്. ചെറുതെങ്കിലും പ്രാധാന്യമുള്ള ഈ ഗുഹ പുരാതന പാറയിൽ കൊത്തിയ ശില്പങ്ങളും ലിഖിതങ്ങളും പേര് കേട്ടതാണ്. ഇത് ചരിത്രപ്രേമികൾക്കും പുരാവസ്തു ഗവേഷകർക്കും വിനോദസഞ്ചാരികൾക്കും തീർച്ചയായും സന്ദർശിക്കേണ്ട സ്ഥലമാക്കി മാറ്റിയിരിക്കുന്നു. ഗുഹാക്ഷേത്രം ദ്രാവിഡ വാസ്തുവിദ്യയുടെ ആദികാലത്തെ പ്രതിഫലിപ്പിക്കുന്നു. കൂടാതെ പ്രദേശത്തിൻ്റെ പുരാതന ചരിത്രത്തിൻ്റെ ഒരു പ്രധാന അവശിഷ്ടമായി വർത്തിക്കുന്നു. ഗുഹയ്ക്കുള്ളിൽ കാണപ്പെടുന്ന ശില്പങ്ങളും ലിഖിതങ്ങളും ആ കാലഘട്ടത്തിലെ മതപരമായ ആചാരങ്ങൾ, കലാപരമായ ശൈലികൾ, സാംസ്കാരിക സ്വാധീനങ്ങൾ എന്നിവയെക്കുറിച്ചുള്ള വിലപ്പെട്ട ഉൾക്കാഴ്ചകൾ നൽകുന്നു. യോഗാസനത്തിൽ ഇരിക്കുന്ന പരമഗുരുവായ ശിവനെയും ശിഷ്യന്മാരിൽ ചുറ്റപ്പെട്ട് ആഴത്തിലുള്ള ധ്യാനത്തിലിരിക്കുന്ന ശിവനെയും ചിത്രീകരിക്കുന്നു. മറ്റു ശില്പങ്ങളിൽ പാർവതീദേവി, ഗണേശൻ തുടങ്ങിയ ഹിന്ദു ദേവതകളുടെ ചിത്രങ്ങളും ഉൾപ്പെടുത്തുന്നു. ശിവനെ പരമോന്നത ദേവനായി ആരാധിക്കുന്ന ഹിന്ദുമതത്തിലെ ഒരു പ്രധാന വിഭാഗമായ ശൈവമതവുമായുള്ള ഗുഹയുടെ ബന്ധത്തെ ഊന്നി പറയുന്നു. ഗുഹയ്ക്കുള്ളിലെ മറ്റു ദേവതകളുടെ സാന്നിധ്യം ആത്മീയ ഭക്തിയുടെയും മതപരമായ ആചാരത്തിൻ്റെയും ഒരു സ്ഥലമെന്ന നിലയിൽ കൂടുതൽ ഭക്തി ഉളവാക്കുന്നു. ഇതുപോലത്തെ പുരാതനമായ ക്ഷേത്രങ്ങളിലൊക്കെ പോയിട്ടുള്ളവർ ലൈക്കും കമൻറ്റും ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഇത് വിഴിഞ്ഞം പോർട്ടിന് തൊട്ടടുത്ത് കിടക്കുന്ന സ്ഥലമാണ്. അതുകൊണ്ട് വിഴിഞ്ഞം പോർട്ടിലൊക്കെ പോകുന്നവർക്ക് ഇത് പെട്ടെന്ന് കാണാൻ പറ്റും. ഞങ്ങൾ ഇവിടെ നിന്ന് നേരെ പോയത് കോവളം ബീച്ചിലേക്കാണ് കേട്ടോ. ഇനി അവിടുത്തെ കാഴ്ചകളൊക്കെ നിങ്ങൾ കണ്ടോളൂ. ബീച്ചിൽ ചെന്നപ്പോഴാണ് അറിയുന്നത് അവിടെ ബീച്ച് പോയിട്ട് കടകളോ ഒന്നും തന്നെ ഇല്ല. എല്ലാം കടലെടുത്തു. നേരത്തെ ബീച്ചിനോട് ചേർന്ന് കുറേ കടകളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെയാണ് ഇടിഞ്ഞു പൊളിഞ്ഞ് വെള്ളം കയറി പോയി. ഇപ്പോൾ അവിടെ ബീച്ചിൻ്റെ ഒരു ലെവലേശം പോലും ഇല്ല. ആളുകളെ ഉള്ളിലോട്ട് ഇറക്കി പോലും വിടത്തില്ല. ഒറ്റയ്ക്കാണെങ്കിൽ ചെറിയ വെള്ളത്തിൽ കളിച്ചിട്ട് തിരിച്ചു പോന്നു. നമുക്ക് ഉള്ളിലോട്ട് ഇറങ്ങാൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് കടൽ അതുപോലെ തന്നെ ഭയങ്കരമായി ഉള്ളിലോട്ട് കയറിക്കൊണ്ടേയിരിക്കുക. Iskallah,